السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم صل وسلم على رسولك سيدنا محمد عدد كل حرف يكتب أبد الآبدين ودهر الداهرين. പ്രിയപ്പെട്ട ഗ്രൂപ്പിലുള്ള കൂട്ടുകാരെ, സഹപ്രവർത്തകരെ, ഉസ്താദുമാരെ, അൽഹംദുലില്ലാഹ് നമ്മുടെ മുത്തഫരിദ് ദർസ് അതിൻ്റെ രണ്ടാമത്തെ ദർസാണ് ഇന്ന് നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇൽമിൻ്റെ നൂറ് ലഭിച്ചവരിൽ ഉൾപ്പെടുത്തി അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ ഫിൽ ഹദസ്. പറയാനുള്ളത് ഫസ്ലുൻ ഫിൽ ഹദസ് ആണ്. അതായത് അശുദ്ധിയിനെ കുറിച്ച് ഉള്ള ഫസ്ല്, ചെറിയൊരു വിഷയം. അശുദ്ധി ഉണ്ടാവൽ എങ്ങനെയാണ്, അതാണ് ഇതിൽ പറയുന്നത്. അസ്ബാബുഹു അർബഅത്തുൻ. അശുദ്ധി ഉണ്ടാകുന്ന, അതായത് ചെറിയ ശുദ്ധി ഉണ്ടാകുന്നതാണ് ഇപ്പം പറഞ്ഞത്. ചെറിയ ശുദ്ധി ഉണ്ടാകുന്ന കാരണങ്ങൾ 4 എണ്ണമാണ്. അല്ലവൽ, ഒന്ന് തയക്കുനു ഖുറൂജി ഷൈഇൻ. ഒരു വസ്തു പുറപ്പെട്ടു എന്ന് ഉറപ്പാവലാണ്. വലോ റീഹൻ, അത് കാറ്റായാലും ശരി. വസ്തു എന്ന് പറഞ്ഞാൽ ഒരു കാറ്റാണെങ്കിലും ശരി, കാറ്റായാലും അങ്ങനത്തെ ഒരു വസ്തു പുറപ്പെട്ടു എന്ന് ഉറപ്പാകുക. എവിടെ നിന്ന്? മിൻ അഹദിസ് സബീലൈനി, രണ്ടാൽ ഒരു വഴിയിലൂടെ. നമ്മുടെ രണ്ടാലൊരു വഴി, അതായത് മുന്തുവാരം പിന്തുവാരം. അവിടെ നിന്ന് ഏതൊഴിച്ചില്ലൽ മനീയൊഴികെ. മനീയ് പുറപ്പെട്ട ചെറിയ ശുദ്ധി ഉണ്ടാവില്ല, അത് വലിയ ശുദ്ധി ഉണ്ടാകുക. അപ്പം ചെറിയ ശുദ്ധിയുടെ കാരണം അല്ല. മനീയന ഇന്ദ്രിയം, ബീജം. അസാനി, രണ്ടാമത്തത് സവാലുൽ അഖ്ലി ബിനൗമിൻ. ഉറക്കം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെടലാവുന്നു. ഉറക്കം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെടുക. ഏതാണത്? ഏതുറക്കം ഒഴികെ? ഇല്ലാ നൗമ മുമക്കിനി മഖ്അദഹു. മുമക്കിനിൻ മഖ്അദഹു, തൻ്റെ ഇരിപ്പിടസ്ഥാനം ഉറപ്പിച്ചിരുന്ന് ഉറങ്ങുന്നവൻ്റെ ഉറക്കൊഴികെ. ഇരിപ്പിടസ്ഥാനം ശരിക്കും ഉറപ്പിച്ചിരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങുകയാണ് ഒരാൾ, അയാളെ ഉറക്കം കൊണ്ടെന്താവില്ല, ബുദ്ധി ഈ ഒളു മുറിയില്ല. അതല്ലാത്ത നിലക്കുള്ള ഉറക്കം കൊണ്ട് ബുദ്ധി നീങ്ങുക, അങ്ങനെ ഒളു മുറിയും, ചെറിയ ശുദ്ധി ഉണ്ടാവും. അസാലിസ്, മൂന്നാമത്തത് മസ്സു ഫർജിൽ ആദമിയി ബിബത്തിനിൽ കഫി. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടലാണ്. തൊട്ടളുടെ ഒളു മുറിയുള്ളൂ, തൊടപ്പെട്ടാളുടെ ഒളു അവിടെ മുറിയില്ല. അറാബിയു, നാലാമത്തത് തലാഖി ബശറത്തി ദക്കരിൻ വ ഉൻസ അജ്നബിയ്യൈനി കബീറൈൻ. വലിയവരായ അന്യവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. അവിടെ അജ്നബിയ്യൈനി അന്യവർ, കബീറൈനി വലിയവർ, അങ്ങനെയൊക്കെയാണ്. ദക്കർ പുരുഷൻ, ഉൻസ സ്ത്രീ. ബശറന തൊലി, ബശറത്ത്. അപ്പം രണ്ടാവിടെ. വലോ തയക്കനൽ വുളു, ആ ഒരാൾക്ക് വുളു ഉണ്ടെന്ന് ഉറപ്പാണ്. എന്നിട്ട് വശക്ക ഫിൽ ഹദസി, അശുദ്ധിയുടെ കാര്യത്തിലേക്ക് സംശയം വന്നു. വുളു ആദ്യം എടുത്തെന്ന് ഉറപ്പേനി, വുളു ഉണ്ടാക്കിയാണ് പോന്നി. പിന്നെ ഇപ്പം എനിക്ക് വുളു മുറിഞ്ഞോ ഇല്ലേ എന്നൊരു സംശയം. എന്നാലും മെജിബിൽ വുളു നിർബന്ധമില്ല, പിന്നെ വുളു ഉണ്ടാക്കേണ്ടതില്ല. എന്നാൽ അതേ സ്ഥാനത്ത് വലോ തയക്കനൽ ഹദസ, ഒരാൾക്ക് അശുദ്ധിയാണെന്ന് ഉറപ്പുണ്ട്, അശുദ്ധി ഉണ്ടെന്ന് ഉറപ്പായിരുന്നു, അശുദ്ധി അതിന് വുളു മുറിഞ്ഞിരുന്നു എന്ന്. വശക്കഫിൽ വുളു, ഈ വുളു ഉണ്ടാക്കിയോ ഇല്ലേ എന്നാണ് സംശയം. എന്നാ വജബൽ വുളു, അവിടെ വുളു ഉണ്ടാക്കൽ നിർബന്ധവും ആകുന്നു. ആ ഫസ്ല് അവിടെ കഴിഞ്ഞു കേട്ടോ. മാഷാ അല്ലാഹ്. ഇനി അടുത്ത ഫസ്ല് വസ്ലുൻ ഫിൽ ഗുസ്ലി, കുളിയിലുള്ള ഫസ്ലാണ്. കുളിയെ സംബന്ധിച്ചാണ് അടുത്ത ഫസ്ലിൽ പറയും. മൂജിബു, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുളി എങ്ങനെ നിർബന്ധമാകുക? അത് ദുഖൂലു ഹഷ്ഫത്തിൻ, ഹഷ്ഫ കടക്കുക. ഹഷ്ഫ എന്ന് പറഞ്ഞാൽ ലിംഗാഗ്രഭാഗം നമ്മുടെ, അതാണ് ഹഷ്ഫ. അത് പ്രവേശിക്കലാണ്. ഫി ഫർജിൻ, ഗുഹ്യസ്ഥാനത്തിൽ പ്രവേശിക്കും. വലോ ലി ബഹീമത്തിന്, അത് നാക്കാലിയുടെ ഗുഹ്യസ്ഥാനാണെങ്കിലും ശരി, നാക്കാലിയുടെ ഗുഹ്യസ്ഥാനത്തിൽ കടന്നാലും. അപ്പം ലിംഗാഗ്രം കടന്നാൽ കുളി നിർബന്ധമാണ്. അതിന് ഇന്ദ്രിയം പുറപ്പെടണമെന്നില്ല. കടക്കലോട് കൂടെ എന്തായി, കടത്തിയ ആളുടെയും
മറ്റേ കടക്കപ്പെട്ടവരുടെയും കുളി നിർബന്ധമാവും കേട്ടോ, മനുഷ്യൻ്റെതാവുമ്പോഴേ. ഹുറൂജ് മനിയമിൻ രണ്ടാമത്തെ ഇന്ദ്രിയം പുറപ്പെടുക. മൂന്നാമത്തെ കാര്യം മൗത്തു ഗൈറു ഷഹീദ്, ഷഹീദ് അല്ലാത്തവർ മരിക്കുക, ഷഹീദായിട്ടുള്ള മരണം അല്ലാത്തവർക്കുള്ള മരണമൊക്കെ. അപ്പോൾ അവർക്ക് കുളി നിർബന്ധമാണ്, ചോല് കുളിക്കലല്ല, അവരെ കുളിപ്പിച്ചു കൊടുക്കുക, അതാണ്. പിന്നെ മറ്റൊരു കാര്യം കിത്താവു ഹൈലിം വനിഫാസ്തൻ, സ്ത്രീകൾക്കുണ്ടാവുന്ന ഹൈല് ആർത്തവം മുറിയ, അതുപോലെ പ്രസവരക്ത നിഫാസ് അത് മുറിയ, അത് മുറിഞ്ഞാലാണ് കുളി നിർബന്ധം. പിന്നെ വിലാദത്തുൻ പ്രസവം എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ഇനി കുളി വേണം. ഹലോ ബിലാ ബലളി, ഒരു നനവും ഇല്ലാതെയാണ് പ്രസവിച്ചത്, കുട്ടി ജനിച്ചപ്പോൾ ഒരു നനവോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, ആ കുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ, എന്നാലും എന്ത് ചെയ്യണം? കുളിക്കണം. അപ്പം ഇതിനെപ്പറ്റി പറയാം. ഫുറൂലുഹു, കുളിയുടെ ഫറലുകൾ ഷൈആനി, രണ്ടെണ്ണമാണ്, രണ്ട് ഫറലാണ് എന്തിനുള്ളത്? കുളിക്കുള്ളത്. വുളൂവിന് 6 ഫറലായിരുന്നു, കുളിക്ക് 2 ഫറൽ. ഏതാണത്? അഹദുഹുമാൻ, ഒന്ന് നിയ്യത്തു അദായി ഫറദിൽ ഗുസ്ലി, കുളി എന്ന ഫറദിനെ വീട്ടുന്നു എന്ന് കരുതലാണ്. ഇന്ത അവലി ഗുസ്ലി ജുസീം മിനൽ ബദനി, ശരീരത്തിൽ നിന്നുള്ള ആദ്യത്തെ ഭാഗം കൈകുമ്പം. അത് ഇന്നലെ പറഞ്ഞതുപോലെയാണ്, ആദ്യം തന്നെ നിയ്യത്ത് വെച്ചാൽ ആദ്യം മുതൽ തന്നെ കിട്ടും. അല്ല, എവിടെയാണോ നിയ്യത്ത് വന്നത് അവിടെ മുതലേ ആദ്യമായിട്ട് കൂട്ടുള്ളൂ. നമ്മൾ കുളിച്ചാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ നിയ്യത്ത് എന്നാൽ അവിടെ മുതൽ നമ്മൾ ഫറലായ കൈകൾ അവിടുന്ന് തുടങ്ങുള്ളൂ. പിന്നെ ആ നിയ്യത്തിന് മുമ്പ് കയ്യ ഭാഗം വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? നിയ്യത്തിന് ശേഷം കൈകേണ്ടി വരും. അതാണ്. അപ്പോൾ ശരീരത്തിൽ നിന്നുള്ള ഒരു ഭാഗത്തെ കൈകുന്നതിൻ്റെ ആദ്യത്തിൽ തന്നെ കുളി എന്ന ഫർദിനെ വെട്ടുന്നു എന്ന് കരുതുക. അസാനീമ, രണ്ടാമത്തത് ഗുസ്ലു കുല്ലിൽ ബദൻ, ശരീരം മുഴുവനും കൈകുക. ബാത്തിൽ കുൽഫൻ്റെ ഉള്ളുവരെ കൈകണം. അതായത് മാർക്കം കഴിക്കാതെ നിൽക്കുന്ന ആളാണെങ്കിൽ, സുന്നത്ത് കർമ്മം നടത്താത്ത, ശലാകർമ്മം നടത്താത്ത ആളാവുമ്പോൾ ഇവർക്ക് ആ തോലുണ്ടാവില്ല, ലിംഗത്തിൻ്റെ പുറത്ത് ഉണ്ടാകുന്ന തോലുണ്ടാവും. അപ്പോൾ ആ തോലിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിച്ച് കൈകണ്ടി വരും. മാർക്കം കഴിച്ചാൽ പിന്നെ ആ പ്രശ്നമില്ല. അതാണ് കുൽഫൻ്റെ ഉള്ളു. വൈസന്നു തസ്മിയത്തു, ബിസ്മി അല്ലെങ്കിൽ സുന്നത്താണ് കുളിയിലും. അതിൽക്കുൽ ബദനി, ശരീരം തേച്ചുകൽ സുന്നത്താണ്. അത് അഹദുൽ മാഹത്തിഫി, ചുക്കിച്ചുളിഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വൽ മൽമത്തു, വായിൽ വെള്ളം കൊപ്പിളിക്കണം. വൽ ഇസ്തിൻഷാഖു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. വത്തഫിരീസു, 3 വട്ടം കൈകണം. ഇതൊക്കെ സുന്നത്താണ്, ഇതൊക്കെ കുളിയിലും സുന്നത്താണ്. വസത്രുൽ ഔറത്തി ഫിൽ ഖൽവത്തി, ആളില്ലാത്ത സ്ഥലത്ത് ഔറത്ത് മറക്കണം. ആളില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യണം? ഔറത്ത് മറക്കണം. അത് സുന്നത്താണ്. ആളില്ലാത്ത സ്ഥലത്ത് ഔറത്ത് മറക്കൽ സുന്നത്ത്. അപ്പോൾ ആളുള്ളടത്ത് നിർബന്ധമാണ്. ആളുള്ളടത്താവുമ്പോൾ പിന്നെ ഔറത്ത് മറച്ച് തന്നെ നിൽക്കണം, ശ്രദ്ധിക്കണം. അവിടെ ഏതാണോ ഔറത്ത് എന്ന് വെച്ചാൽ ചെയ്യണം. പുരുഷനാവുമ്പോൾ മുട്ടുവെക്കലിടെ സ്ഥലം നിർബന്ധമായിട്ട് മറക്കണം. പെണ്ണാവുമ്പോൾ പെണ്ണിന് ഔറത്തുണ്ട്, പെണ്ണിന് അന്യപുരുഷന്മാരുണ്ടെങ്കിൽ പുല്ല് മറക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പ്രശ്നം. അപ്പം അന്യപുരുഷന്മാരിലോടത്ത് പെണ്ണുങ്ങൾ ഒന്നും ഉണ്ടാക്കരുത്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വൽ വുളു ഖബലഹു, വുളുവിൻ്റെ കുളിയുടെ മുമ്പൊരു വുളു സുന്നത്തുണ്ട്. വ ഷഹാദത്താനി ആഖിറഹു, വുളു കഴിഞ്ഞാൽ ഷഹാദത്ത് കലിമയും സുന്നത്താണ്.